അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തായി ഹാത്തല്ലേ? ഇൻഷാ അല്ലാഹ് കേൾക്കുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് അറിവ് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തആല ഞാൻ പറയുന്നതിനെയും നിങ്ങൾ കേൾക്കുന്നതിനെയും സ്വാലിഹായ അമലായി സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്നും ഒരു ചെറിയൊരു ഹദീസ് നമുക്ക് ചർച്ച ചെയ്യാം. വേറൊന്നുമല്ല, നമ്മളൊക്കെ എല്ലാ ദിവസവും ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്, ഒരുപാട് ആൾക്കാരുമായിട്ട് സംസാരിക്കാറുണ്ട്, ഓരോ കാര്യങ്ങൾ തർക്കിക്കാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്. ചർച്ച ചെയ്യലൊക്കെ ഏറ്റവും നല്ല കാര്യം തന്നെയാണ്. നമ്മൾ തർക്കിക്കാറൊക്കെ ഉണ്ട്. അത് വീട്ടിലാണെങ്കിലും കൂട്ടുകാർക്കിടയിലാണെങ്കിലും പബ്ലിക്കായിട്ടാണെങ്കിലും ഒരുപാട് തർക്കങ്ങളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നടക്കാറുണ്ട് അല്ലേ? അപ്പം ഇന്ന് ആ ഒരു തർക്കവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായിട്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, നമ്മുടെ ഭാഗത്ത് അഥവാ സ്വന്തം ഭാഗത്താണ് ന്യായമുള്ളത് എങ്കിലും, അല്ലെങ്കിൽ ശരി നമ്മുടെ ഭാഗത്താണെങ്കിൽ, അല്ലെങ്കിൽ ലോജിക്ക് നമ്മുടെ ഭാഗത്താണ് എന്നുണ്ടെങ്കിലും തർക്കം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ ഒരു തർക്കത്തിൻ്റെ ഇടയിൽ രണ്ടാൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണ്. അതിൽ എൻ്റെ ഭാഗത്ത്, ഇപ്പോൾ ഞാനാണ് തർക്കിക്കുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്താണ് ന്യായം അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് സത്യം എന്നറിയുന്നുണ്ടെങ്കിൽ പോലും ആ തർക്കം ഒഴിവാക്കുകയാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒഴിവാക്കുന്നവന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലെ അവന് ഒരു വീട് വെച്ച് നൽകുമെന്ന് നബിയാണ് ഉറപ്പ് പറയുന്നത്. നബി തന്ന വാക്കാണ്, നബി തന്ന ഉറപ്പാണ്, അല്ലെങ്കിൽ നബി തന്ന പ്രോമിസാണ്. എന്ത് ഇത്ര ഡെപ്തിൽ പറയാൻ കാരണം, അല്ലെങ്കിൽ ഊന്നി പറയാൻ കാരണം, ശത്രുക്കൾ വരെ അൽ അമീൻ എന്ന് വിളിച്ച മുത്തുനബി, മദീനയുടെ രാജകുമാരനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അങ്ങനെയുള്ള നബിയാണ് നമുക്ക് വാക്ക് തന്നത്. അങ്ങനെ ന്യായം നമ്മുടെ ഭാഗത്തായിട്ട് പോലും തർക്കം ഒഴിവാക്കുന്നവന് അല്ലാഹു തആലയുടെ സ്വർഗത്തിൻ്റെ താഴ്വരയിൽ ഞാനൊരു വീട് ഉറപ്പ് നൽകുന്നു എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലെ വീട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എന്താ പറയുക, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിന് വർണ്ണിക്കാൻ പറ്റാത്തതായിരിക്കും ആ ഒരു വീടിൻ്റെ എല്ലാ സവിശേഷതകളും. ഇൻഷാ അല്ലാഹു തആല നമുക്ക് ഒക്കെ അങ്ങനെയുള്ളൊരു വീട് ലഭിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.